أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربكم الذي يزجي لكم الفلك في البحر لتبتغوا من فضله إنه كان بكم رحيما. وإذا مسكم الضر في البحر ضل من تدعون إلا إياه فلما نجاكم إلى البر أعرضتم وكان الإنسان كفورا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 900 ദിവസം പിന്നിട്ടു. ഖുർആൻ പഠനത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ഇസ്രായിലെ 66-67 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربكم الذي يزجي لكم الفلك في البحر لتبتغوا من فضله إنه كان بكم رحيما. وإذا مسكم الضر في البحر ضل من تدعون إلا إياه فلما نجاكم إلى البر أعرضتم وكان الإنسان كفورا. صدق الله العلي العظيم. സൂറത്തുൽ ഇസ്രായിലെ 66-67 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു പിശാചിനോട് വളരെ കൃത്യമായ ഒരു നിലപാട് മനുഷ്യന് ആവശ്യമാണ് എന്നത് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിൽ. പിശാചിന് അല്ലാഹു ഒരാളുടെയും മേൽ അധികാരമോ സ്വാധീനമോ നിയന്ത്രണമോ ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. അള്ളാഹുവിന്റെ അടിമകളുടെ മേൽ സ്വന്തം നിലക്കങ്ങ് കയറി ഭരിച്ചു കളയാൻ പറ്റുന്ന വിധത്തിലുള്ള അധികാരമൊന്നും അള്ളാഹു പിശാചിന് നൽകിയിട്ടില്ല. മറിച്ച് പിശാചിന്റെ മനുഷ്യനെ സ്വാധീനിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് അവസരമുണ്ടാക്കി കൊടുക്കുന്നവരെ മാത്രമാണ് പിശാചിന് വേട്ടയാടാൻ സാധിക്കുന്നത്. അള്ളാഹുവില് സകലതും ഭരമേൽപ്പിച്ചുകൊണ്ട് നിലകൊള്ളാൻ സന്നദ്ധരാകുന്ന, അള്ളാഹുവിന് പൂർണ്ണമായി അടിമപ്പെടാൻ സന്നദ്ധരായ ഇബാദുകളുടെ കാര്യത്തില് പിശാചിന് അവരെ സ്വാധീനിക്കാനോ അവരെ കീഴ്പ്പെടുത്താനോ സാധ്യമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം വക്കീലായിട്ട് സകലതും ഭരമേൽപ്പിക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ളത് അള്ളാഹു തന്നെയാണ്. അള്ളാഹുൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നിലകൊള്ളാൻ സന്നദ്ധരാകുന്ന, അള്ളാഹുവിന് പൂർണ്ണമായി അടിമപ്പെട്ടുകൊണ്ട് കഴിയാൻ സന്നദ്ധരായ ഇബാദുകളെ സംബന്ധിച്ചിടത്തോളം അവരെ വഴിപഴപ്പിക്കാനോ ചൊൽപ്പടിക്ക് കീഴിൽ നിർത്താനോ ഒന്നും പിശാചിന് സാധിക്കില്ല. ഇതാണ് അള്ളാഹു നമ്മൾ പഠിച്ച അവസാനത്തെ ആയത്തുകളിൽ സൂചിപ്പിക്കുകയുണ്ടായ കാര്യം. പിശാചിന് പല വിധത്തില് മനുഷ്യനെ പ്രലോഭിപ്പിക്കാനോ വഴിതെറ്റിക്കാനോ ഒക്കെ ശ്രമിച്ചു നോക്കാൻ സാധിക്കും. അതിൽപ്പെട്ട ചിലതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. ബോധനം ചെയ്തുകൊണ്ട്, പിശാചിന്റെ ഭാഷണം കൊണ്ട്, ശബ്ദം കൊണ്ട് പിശാച് മനുഷ്യനെ വലയിൽ പെടുത്താൻ ശ്രമിക്കും. അതുപോലെ സൈനിക ശേഷി കൊണ്ട് കുതിരപ്പടയെയും കാലാൾപ്പടയെയും ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് അവരെ വിരട്ടുകയും ആക്രമിക്കുകയും ഭയപ്പെടുത്തുകയൊക്കെ ചെയ്യാൻ പിശാച് ശ്രമിക്കുന്നുണ്ടാകും. അതുപോലെ അവരുടെ സമ്പത്തിലും സന്താനങ്ങളിലും പിശാച്
പങ്കാളികളാകും. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. സമ്പത്തിലും സന്താനങ്ങളിലും പിശാചിന് പങ്കാളിത്തം ഉണ്ടാവുക എന്ന ഒരു കാര്യം. അതിന്റെ ഒരുപാട് സാധ്യതകൾ ആ ആയത്തിന്റെ ആ ശകലം വിശദീകരിച്ചുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളത് വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായി. അതുപോലെ വലിയ വലിയ വാഗ്ദാനങ്ങൾ, മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് പിശാച് മനുഷ്യനെ വലയിൽ വീഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പിശാചിന്റെ വാഗ്ദാനങ്ങളൊക്കെ തന്നെയും വഞ്ചനാത്മകമാണ്. അതിന്റെ ഒടുക്കം നിരാശയും വിഷമവും ഉണ്ടാക്കുന്ന സംഗതി മാത്രമായിരിക്കും എന്ന് കൂടി അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ഇന്ന് നമ്മൾ വായിക്കുന്ന ഈ രണ്ടായത്തുകൾ, ഈ ആയത്തുകൾ തുടങ്ങി ഏതാനും ആയത്തുകൾ മറ്റൊരു വ്യത്യസ്തമായ വിഷയത്തിലേക്കാണ് അള്ളാഹു നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബുദ്ധിയും യുക്തിയും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഹക്ക് കണ്ടെത്താൻ വേണ്ട സകല സംവിധാനങ്ങളും അള്ളാഹു ഭൂമുഖത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിന്റെ വിവിധങ്ങളായ അനുഗ്രഹങ്ങളായാലും എണ്ണിത്തീർക്കാൻ കഴിയാത്ത അത്രയും അവൻ നിരത്തി വെച്ചിട്ടുള്ള അവന്റെ ആയാത്തുകളായാലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിത ലക്ഷ്യം കൈവരിക്കാൻ ഉപകരിക്കുന്ന വിധത്തില് ഹക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന വിധത്തിലുള്ള അസംഖ്യം ആയാത്തുകളും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും അവന്റെ അനുഗ്രഹങ്ങളും ഒക്കെ ഈ ചുറ്റുപാടുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിശാചിനെ നേരിടാൻ പിശാച് ഈ മുകളിൽ പരാമർശിച്ച വിധത്തിലൊക്കെ മനുഷ്യനെ പ്രലോഭിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ട് മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് സമ്പത്തിലും സന്താനങ്ങളിലുമൊക്കെ പങ്കാളിയായിക്കൊണ്ട് നമ്മളെ ചതിയിലകപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ അതിനെ നേരിടാൻ യാതൊരു സംവിധാനവും ഭൂമുഖത്തില്ല എന്നൊരു തെറ്റിദ്ധാരണ ആർക്കും ആവശ്യമില്ല. അള്ളാഹു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ലക്ഷ്യം പ്രാപിക്കാൻ ഉപകരിക്കുന്ന വിധത്തിലുള്ള സകല സജ്ജീകരണങ്ങളും അവന് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ആയിട്ട് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇക്കാര്യമാണ് തുടർന്നുള്ള ആയാത്തുകളിൽ പരാമർശിക്കപ്പെടുന്ന വിഷയങ്ങൾ പൊതുവായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യമെന്ന് കാണാൻ കഴിയും. ആ വിധത്തില് ആ ആംഗിളിൽ നോക്കുമ്പോൾ ഇനി നമ്മൾ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്ന ഈ തുടർന്നുള്ള ആയാത്തുകളിലെ വിഷയങ്ങൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത ആയാത്തുകളുമായിട്ട് ആശയപരമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു ആമുഖം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ആയത്തുകളിലേക്ക് കടക്കുകയാണ്. റബ്ബുക്കുമുല്ലദീ യുസ്ജീ ലക്കുമുൽ ഫിൽ ബഹർ. അള്ളാഹു പറയുന്ന നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ യഥാർത്ഥ റബ്ബ്, നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച നിങ്ങൾ അബദ്ധങ്ങളുടെ പുറകെ പോയിക്കൊണ്ട് റബ്ബായി കാണുന്ന പ്രതിഭാസങ്ങളെയല്ല, മറിച്ച് നിങ്ങളുടെ യഥാർത്ഥ റബ്ബ്, നിങ്ങളുടെ സ്രഷ്ടാവായ റബ്ബ്, അവനാണ് യുസ്ജീ ലക്കുമുൽ ഫിൽ ബഹർ, നിങ്ങൾക്കായിട്ട് സമുദ്രത്തിൽ കപ്പലുകളെ സഞ്ചരിപ്പിക്കുന്നത്, നിങ്ങൾക്കായിട്ട് കപ്പലുകളെ നയിക്കുന്നത്, ഒരു ദിശയിലേക്ക് നീങ്ങാൻ വേണ്ട സജ്ജീകരണം ചെയ്തിട്ടുള്ളത് അവനാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. എന്തിനു വേണ്ടിയാണ് കപ്പലുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട്, യാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മനുഷ്യന് കടലിൽ സഞ്ചാരം സാധ്യമാക്കിയിട്ടുള്ളത് എന്നതാണ് അള്ളാഹു തുടർന്ന് സൂചിപ്പിക്കുന്ന കാര്യം. ലിതബ്തഗൂ മിൻ ഫദ്ലി, അവന്റെ വിവിധങ്ങളായ അനുഗ്രഹങ്ങൾ നിങ്ങൾ തേടി കണ്ടെത്തുന്നതിന് വേണ്ടി. സമുദ്രത്തിന്റെ ഉപരിതലത്തിലും അതുപോലെ അടിത്തട്ടിലും ഒക്കെയായി അള്ളാഹു മനുഷ്യന് പ്രയോജനകരമായ ഒത്തിരി സംഗതികൾ ഒരുക്കി വെച്ചിട്ടുണ്ട്.
മനുഷ്യന്റെ ഭക്ഷ്യ ആവശ്യങ്ങൾ അതിൽ നിർവഹിക്കപ്പെടുന്നുണ്ട്. മനുഷ്യന്റെ സൗന്ദര്യബോധം തൃപ്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള പലതും അതിലടങ്ങിയിട്ടുണ്ട്. മനുഷ്യന്റെ ആരോഗ്യ ആവശ്യത്തിനും ചികിത്സക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള സംഗതികളുണ്ട്. അപ്പോ ഒരു നാഗരിക സമൂഹത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഒത്തിരി ഫضല്, ഒത്തിരി ദൈവിക അനുഗ്രഹങ്ങൾ അള്ളാഹു സമുദ്രത്തിൽ സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട്. ഇത് മനുഷ്യൻ പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ വളരെ പരിമിതമായിട്ട് മാത്രമേ അത് പ്രയോജനപ്പെടുത്തപ്പെടുകയുള്ളൂ. കടലിലെ സമുദ്രത്തിലെ ജീവജാലങ്ങൾക്ക് വളരെ പരിമിതമായിട്ട് മാത്രമേ അവ പ്രയോജനപ്പെടുത്തേണ്ടതായിട്ട് വരികയുള്ളൂ. അതിന്റെ മുഖ്യമായ ഗുണഭോക്താവ് മനുഷ്യൻ തന്നെയാണ് എന്നത് കാണാൻ കഴിയും. ഇപ്പൊ കടലിലെ മുത്തുച്ചിപ്പിയും പവിഴവും ഒക്കെ പോലെയുള്ള സംഗതികളാണെങ്കിൽ അതിന് നമുക്ക് അറിയുന്ന വിധത്തില് അതിനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന ഒരേ ഒരു സൃഷ്ടി മനുഷ്യനാണ്. കടലിലെ ഭക്ഷ്യസമ്പത്തിന്റെ കാര്യത്തിലാണെങ്കിൽ വളരെ പരിമിതമായിട്ട് മാത്രമേ കടൽ ജീവികൾക്ക് അത് പ്രയോജനപ്പെടുന്നുള്ളൂ. അതിന്റെ വലിയ ഗുണഭോക്താവ് മനുഷ്യൻ തന്നെയാണ്. ഇതുപോലെ ഒത്തിരി സംഗതികൾ സമുദ്രത്തില് അള്ളാഹു മനുഷ്യന് തേടി പിടിക്കുന്നതിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. കൈയെത്തി കൈ നീട്ടി അങ്ങ് എടുക്കാൻ കഴിയുന്ന അവസ്ഥയിലൊന്നുമല്ല. കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും ബുദ്ധിയൊക്കെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുകയൊക്കെ ചെയ്തുകൊണ്ട് മാത്രമേ മനുഷ്യന് ഇതൊക്കെ നേടാൻ സാധിക്കുകയുള്ളൂ. നല്ല പ്രയത്നം ആവശ്യമുണ്ട്. നന്നായി ഈ പ്രകൃതിയുടെ സംവിധാനങ്ങളോട് നന്നായി പോരടിച്ചുകൊണ്ട് മാത്രമേ ഇത് മനുഷ്യന് നേടാൻ കഴിയുള്ളൂ. ഏത് സംഗതിയും അങ്ങനെയാണ്. അധ്വാനിക്കാതെ ഭൂമുഖത്ത് അല്ലെങ്കിൽ പ്രപഞ്ച സംവിധാനത്തില് എന്തെങ്കിലും നേടുകയോ പ്രയോജനപ്പെടുത്തുകയോ ഭക്ഷിക്കുകയോ ഒന്നും ചെയ്യുന്ന ആരുമില്ല. ഒരു കോഴിക്കുഞ്ഞു പോലും കഠിനമായിട്ട് അധ്വാനിച്ചിട്ട് തന്നെയാണ് അതിന്റെ ഭക്ഷണം അതിന്റെ വയറ്റിലേക്ക് എത്തിക്കുന്നത്. അത് നമ്മൾ അതിനെ ഒന്ന് നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഫضല് തേടി കണ്ടെത്തേണ്ടതുണ്ട്. സമുദ്രത്തിലായാലും കരയിലായാലും അതുപോലെ തന്നെ മനുഷ്യൻ അതിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ട് തേടി കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷെ അത് സാധ്യമാക്കി എന്നത് അള്ളാഹു മനുഷ്യന് വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള ഈ ഭൂമുഖത്ത് അവൻ ഒരുക്കി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇതാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരുപക്ഷെ ഈ സമുദ്രത്തിൽ സഞ്ചരിക്കാനും അതുപോലെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ തേടി പോകാനൊന്നും പറ്റുന്ന വിധത്തില് സമുദ്രയാത്ര സാധിക്കുമായിരുന്നില്ലാത്തൊരു കാലം മനുഷ്യന്റെ ചരിത്രത്തിൽ ഉണ്ടായിരുന്നത് നമുക്ക് അറിവുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരു സാധ്യത അള്ളാഹു ഈ പ്രപഞ്ച സൃഷ്ടിപ്പിൽ തന്നെ വെച്ചിട്ടുണ്ട് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. റബ്ബുക്കുമുല്ലദീ യുസ്ജീ ലക്കുമുൽ ഫുൽക്ക്, നിങ്ങളുടെ യഥാർത്ഥ റബ്ബ് അവനാണ് നിങ്ങൾക്കായിട്ട് കപ്പലുകളെ ചലിപ്പിക്കുന്നതാക്കിയത്. കപ്പലുകൾക്ക് സഞ്ചാര സാധ്യത ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അവനാണ്. ഫിൽ ബഹർ, സമുദ്രത്തിൽ സഞ്ചരിക്കാൻ നീങ്ങാൻ. യുസ്ജി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഡ്രൈവ് എന്നൊക്കെയുള്ള പദം ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് കാണാൻ കഴിയും. കപ്പലിനെ ചലിപ്പിക്കുന്നത്, നയിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ദിശയിൽ നീങ്ങാൻ അതിന് സാധ്യത ഉണ്ടാക്കിയത് നിങ്ങളുടെ നാഥനാണ്, നിങ്ങളുടെ റബ്ബാണ്, യഥാർത്ഥ റബ്ബാണ്. ലി തബ്തഗു മിൻ ഫദ്ലിഹി, അവന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ തേടി പോകുന്നതിന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ ഫദ്ല് സമുദ്രത്തിന്റെ വിവിധ മേഖലകളിലുള്ളത് തേടിപ്പോയി അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് സമുദ്രയാത്ര സാധിക്കുന്ന വിധത്തിൽ കപ്പലുകളെ അവൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്നാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. മനുഷ്യനാണ് കപ്പലുണ്ടാക്കിയിട്ടുള്ളത്, അള്ളാഹു അല്ല. പക്ഷെ മനുഷ്യൻ അത് ഒരു സാധ്യത പ്രയോജനപ്പെടുത്തുക മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വൈദ്യുതി പോലെ, ഇന്റർനെറ്റ് പോലെ, അതുപോലെ സൗരോർജം പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന പോലെ, ഇതൊക്കെ മനുഷ്യൻ അള്ളാഹു പ്രപഞ്ചത്തിൽ ചെയ്തു വെച്ച
സജ്ജീകരണങ്ങളെ പ്രയോജനപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഇതൊന്നും മനുഷ്യൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല. ഈ സാധ്യതകളൊക്കെ ഈ പ്രാപഞ്ചിക സംവിധാനത്തിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. കടലിന്റെ പ്രകൃതം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു വാഹനം തയ്യാറാക്കിയാൽ കടലിലൂടെ യാത്ര സാധ്യമാകും എന്നത് മനുഷ്യന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സാധ്യതയെ പ്രയോജനപ്പെടുത്തുകയായിരുന്നു ഉണ്ടായിട്ടുള്ളത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി കപ്പലുകളെ സഞ്ചാര യോഗ്യമാക്കി, അല്ലെങ്കിൽ അതിനെ സഞ്ചരിപ്പിക്കുന്നതാക്കി, ചലിക്കുന്നതാക്കി എന്നൊക്കെ പറയുമ്പോൾ അത് അള്ളാഹു നേരിട്ട് ചെയ്തു എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. എന്ത് കാര്യത്തെക്കുറിച്ചും അള്ളാഹു അങ്ങനെയാണ് ഖുർആനിൽ പറയുക. കാരണം വമാ തശാഊന ഇല്ല അയ്യശ അള്ളാഹ്, അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരു കാര്യം ഉദ്ദേശിക്കാൻ പോലും നിങ്ങൾക്ക് സാധ്യമല്ല എന്നാണ് അള്ളാഹു പൊതുവായി പറഞ്ഞു വെച്ചിട്ടുള്ളത്. മനുഷ്യൻ എന്തെങ്കിലും ഒന്ന് ഉദ്ദേശിക്കണമെങ്കിൽ പോലും അതിന് അള്ളാഹുവിന്റെ മശീഅത്ത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ നടത്തുന്ന ഏത് കണ്ടുപിടുത്തങ്ങളും കണ്ടെത്തലുകളും ഒക്കെ സാധ്യമാകുന്നത് അള്ളാഹുവിന്റെ സംവിധാനത്തിൽ അങ്ങനെ ഒരു സാധ്യത അള്ളാഹു വെച്ചത് കൊണ്ട് മാത്രമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോ ആർക്കാണ് മഹത്വം? ഇത് കണ്ടെത്തിയ ആൾക്കാണോ, അങ്ങനെ ഒരു സാധ്യത ഉണ്ടാക്കി വെച്ചവനാണോ എന്നൊക്കെ ആലോചിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഉള്ള ഒരു സംഗതിയെ കണ്ടെത്തുന്നതില്, അത് പ്രയോജനപ്പെടുത്തുന്നതില് മനുഷ്യന് അവകാശപ്പെടാവുന്ന വലിയൊരു മഹത്വമുണ്ട്. അതുകൊണ്ടാണ് ശാസ്ത്രകാരന്മാരെയും അതുപോലെ കണ്ടുപിടുത്തക്കാരെയും ഒക്കെ മനുഷ്യര് വളരെയേറെ ആദരിക്കുകയും അവരെ വളരെ പ്രശസ്തരായിട്ട് കാണുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അവർക്ക് അത് സാധ്യമായത്, അങ്ങനെ ഒരു സാധ്യത ഈ പ്രാപഞ്ചിക സൃഷ്ടിപ്പില് അള്ളാഹു വെച്ചത് കൊണ്ടാണ് എന്നത് തിരിച്ചറിയാൻ അതിനു വേണ്ട ഒരു ബുദ്ധിയും കാര്യങ്ങളെ വിലയിരുത്താനുള്ള ഒരു ശേഷിയും ഒക്കെ മനുഷ്യന് ആവശ്യമുണ്ട് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം. റബ്ബുക്കുമുല്ലദീ യുസ്ജീ ലക്കുമുൽ ഫുൽക ഫിൽ ബഹരി ലിതബ്തഗൂ മിൻ ഫദ്ലി. തന്റെ വിവിധങ്ങളായ അനുഗ്രഹങ്ങളെ മനുഷ്യൻ തേടി കണ്ടെത്തുന്നതിന് വേണ്ടി കപ്പലുകളെ സമുദ്രത്തില് ചലിക്കുന്ന വിധത്തിലാക്കി സംവിധാനിച്ചിട്ടുള്ളത് നിങ്ങളുടെ യഥാർത്ഥ നാഥനായ അള്ളാഹുവാണ് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ഇന്നഹു ഖാന ബിക്കും റഹീമ, അവൻ നിങ്ങളോട് ഏറെ കരുണയുള്ളവനാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. രണ്ട് വാക്കുകൾ നിരന്തരമായി അള്ളാഹുവിന്റെ പ്രകൃതത്തെ വിളിച്ചോതുന്നതായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. കതബ അല നഫ്സിഹി റഹ്മ എന്ന് ഖുർആനിൽ ഒരിടത്ത് പറയുന്നതാണ്. അവന്റെ പ്രകൃതത്തിന്റെ തന്നെ ഭാഗമാക്കി അവൻ എഴുതി ചേർത്തിരിക്കുന്നു കാരുണ്യത്തെ. റഹ്മത്താണ്. റഹ്മത്തിന്റെ രണ്ട് രൂപങ്ങളാണ് നമ്മൾ റഹ്മാൻ, റഹീം എന്നീ പദങ്ങള് ഉപയോഗപ്പെടുത്തുമ്പോൾ സൂചിപ്പിക്കുന്നത്. ഒന്ന്, റഹ്മാൻ എന്നത് അള്ളാഹു പൊതുവായി സകലർക്കും നൽകിയിട്ടുള്ള അവന്റെ കാരുണ്യമായിട്ട്, അവന്റെ അനുഗ്രഹങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, റഹീം എന്നതിനെ നമ്മൾ അവന്റെ വിട്ടുവീഴ്ചയോട് കൂടി കാണിക്കപ്പെടുന്ന കാരുണ്യം, പ്രത്യേകിച്ച് വീഴ്ചകൾ പലതും സ്വയം വരുത്തി വെച്ചിട്ടുള്ള മനുഷ്യർക്ക് എപ്പോ വേണമെങ്കിലും അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാൻ കഴിയുന്ന വിധത്തില് അവനെ കാരുണ്യത്തോടു കൂടി തിരികെ സ്വീകരിക്കാനുള്ള അള്ളാഹുവിന്റെ ആ സന്നദ്ധതയാണ് സൂചിപ്പിക്കപ്പെടുന്നത്. സമുദ്രത്തിലെ വിവിധങ്ങളായ അനുഗ്രഹങ്ങൾ തേടിപ്പോകാൻ മനുഷ്യന് സാധിക്കുന്നത് നാഗരികതയുടെ തുടക്കത്തിലല്ല. മനുഷ്യൻ ഭൂമുഖത്തെ അവന്റെ പ്രയാണം ആരംഭിച്ച് ഒരു പ്രത്യേക ഘട്ടം പിന്നിട്ടതിന് ശേഷമാണ് സമുദ്രയാത്ര സാധിക്കുന്ന വിധത്തിലുള്ള പല കണ്ടെത്തലുകളും മനുഷ്യൻ നടത്തുന്നത്. അതിനിടക്ക് മനുഷ്യൻ പല ഘട്ടങ്ങളിലായിട്ട് അള്ളാഹുവിന്റെ അപ്രീതി ഏറ്റുവാങ്ങിയവനായി മാറിയിട്ടുണ്ട്, വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, കാലിടറി വീണിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള
പരിമിതികളും പോരായികകളും ഒക്കെ സംഭവിച്ച മനുഷ്യന് തന്നെയാണ് അള്ളാഹു അവന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുത്തുകൊണ്ട് ഈ സമുദ്രത്തിലെ യാത്രാ സാധ്യത അവന് സാധ്യമാക്കിയിട്ടുള്ളത്. ഈ ഒരു റഹ്മത്താണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇന്നഹു കാന ബിക്കും റഹീമ. എത്ര തന്നെ പിഴവുകൾ സംഭവിച്ചവരായാലും, എത്ര തന്നെ വഴിവിട്ട പോക്ക് നടത്തിയവരായാലും, എത്ര തന്നെ പിശാചിന് വഴിപ്പെടുന്നവരായി മാറിയാൽ പോലും അള്ളാഹുവിലേക്ക് മടങ്ങാൻ ഒരുങ്ങിയ ഒരു അടിമയെ അള്ളാഹു വേണ്ട എന്ന് വെക്കുകയില്ല എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ കവാടം അള്ളാഹു അവന്റെ കാലിടറിപ്പോയ അടിയാറുകൾക്ക് വേണ്ടി തന്നെ തുറന്നു വെച്ചിരിക്കുകയാണ്. അവനിലേക്ക് തിരികെ എത്താൻ വേണ്ടി, അവനിലേക്ക് മടങ്ങി ചെല്ലാൻ വേണ്ടി. ഇതാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്ന ഇന്നഹു കാന ബിക്കും റഹീമ. നിശ്ചയമായിട്ടും അവൻ നിങ്ങളോട് ഏറെ കാരുണ്യമുള്ളവനാണ്, കൃപാവായ്പുള്ളവനാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വൈദാ മസ്സഖുമുല്ലുറു ഫിൽ ബഹർ. സമുദ്രത്തില് നിങ്ങളൊരു ഒരു ഒരു പ്രതിസന്ധി നേരിട്ടു എന്ന് സങ്കല്പിക്കുക. നിങ്ങളെ ഒരു ദുരിതം പിടികൂടി, ഒരു പക്ഷെ ഒരു പ്രകൃതിക്ഷോഭം പോലെയുള്ള ശക്തമായ കൊടുങ്കാറ്റോ അല്ലെങ്കിൽ തിരമാലകള് അതിശക്തമായി ഉയർന്ന് മറിയുന്ന അവസ്ഥ ഉണ്ടാവുകയോ, അല്ലെങ്കിൽ മനുഷ്യന് കരയിലേക്ക് എത്താൻ കഴിയാത്ത അത്രയും സമുദ്രത്തിന്റെ അകലെ ആയിരിക്കുമ്പോ അവന് വല്ല ആരോഗ്യ പ്രശ്നങ്ങളും പിടികൂടുകയോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ദുരിതം, ഒരു ദുരിതപൂർണമായ ഒരു സംഗതി അവന് സമുദ്രത്തിലായിരിക്കെ നേരിടേണ്ടി വരികയാണെങ്കിൽ, വൈദാ മസ്സക്കുമുല്ലുറു ഫിൽ ബഹർ ലല്ല മൻ തദഊന ഇല്ലാ ഇയ്യാഹു. അന്നേരം നിങ്ങൾ അവനെ കൂടാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെയും നിങ്ങളിൽ നിന്ന് തെന്നി മാറിപ്പോയിട്ടുണ്ടാവും. നിങ്ങൾ അള്ളാഹുവെ അല്ലാതെ മറ്റാരെയൊക്കെ സഹായത്തിനായിട്ട്, പിന്തുണക്കായിട്ട് വിളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടോ അവരൊക്കെയും തന്റെ ചിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമായതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു ദുരിതം നേരിടുകയാണ്. സമുദ്രത്തില് കപ്പൽ തകർന്ന് പൊട്ടിപ്പൊളിഞ്ഞു പോവുകയാണ്. അതിശക്തമായ കൊടുങ്കാറ്റില് കപ്പൽ തകർന്നു പോകുന്ന ഒരവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. അല്ലെങ്കിൽ ദിശ നഷ്ടപ്പെട്ടുകൊണ്ട് കപ്പല് കരയിൽ നിന്ന് ഒരുപാട് അകന്നു പോയി, കയ്യിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ തീർന്നു പോയി, അതുപോലെ വെള്ളം തീർന്നു പോയി, അങ്ങനെ കുടിക്കാൻ പറ്റുന്ന ശുദ്ധജലമില്ല, ഭക്ഷണം കയ്യിലില്ല. ഏത് ദിശയിലേക്ക് സഞ്ചരിച്ചാൽ കരയിലെത്താൻ കഴിയും, എത്ര കാലം സഞ്ചരിച്ചാലാണ് അതിന് സാധ്യമാവുക എന്നതിനെ പറ്റിയൊന്നും ഒരു ധാരണയില്ലാതെ മനുഷ്യൻ അകപ്പെട്ടു പോകുന്ന അവസ്ഥയൊക്കെയുണ്ട്. ഒരു 2-3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇംഗ്ലീഷ് സാഹിത്യത്തില് പ്രത്യക്ഷപ്പെട്ട ഒരുപാട് സാഹിത്യ രചനകൾ നമുക്ക് മനുഷ്യന്റെ കടൽ യാത്രയിൽ നേരിട്ട സങ്കീർണതകൾ, അത് ഭാവനയിലുള്ളതായാലും നേരിട്ട് അനുഭവിച്ചതായാലും, അത്തരം സങ്കീർണതകളെ പുരസ്കരിച്ചുകൊണ്ടുള്ളതാണെന്ന് കാണാൻ കഴിയും. ധാരാളം നോവലുകൾ അങ്ങനെയുള്ളത് ആ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. 2-2.5-3 നൂറ്റാണ്ടിനുള്ളിലുള്ള പല രചനകളും അങ്ങനെയുള്ളതാണ്. ധാരാളം രചനകൾ. അത് മനുഷ്യന്റെ കടൽ യാത്രയിൽ മനുഷ്യൻ നേരിടേണ്ടി വരുന്ന പ്രവചനാതീതമായ അവസ്ഥകൾ വരച്ചു കാണിക്കുന്ന, ചിത്രീകരിക്കുന്ന രചനകളാണ് അതൊക്കെ. അപ്പൊ കടലിൽ അങ്ങനത്തെ അനിശ്ചിതത്വങ്ങൾ ധാരാളം ഉണ്ടാവും. കരയിലെ പോലെയല്ല. കരയില് എന്ത് അനിശ്ചിതത്വം ഉണ്ടെങ്കിലും കടലിൽ നേരിടുന്ന അനിശ്ചിതത്വം പോലെ മനുഷ്യൻ ആകെ വെപ്രാളപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ആയിക്കൊള്ളണം എന്നില്ല. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ അപൂർവമായിട്ടുണ്ടാകാം. പക്ഷെ കടലില് നേരിടേണ്ടി വരുന്ന ഏത് പ്രതിസന്ധിയും മനുഷ്യനെ വല്ലാതെ പ്രയാസത്തിൽ അകപ്പെടുത്തുന്നതായി മാറും. ആ സമയത്ത് മനുഷ്യൻ അവന്റെ ആലോചനയിലും ചിന്തയിലും ഒക്കെ കൊണ്ട് നടക്കുന്ന അവന്റെ ശീലങ്ങളുടെ ഭാഗമായിട്ട് അവന്റെ കൂടെ വന്നു ചേർന്നിട്ടുള്ള പല അബദ്ധ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന,
കൂട്ടത്തിൽ മനുഷ്യ ദൈവങ്ങൾ, ആൾ ദൈവങ്ങൾ ഉണ്ടാകാം. അതുപോലെ അദൃശ്യ സൃഷ്ടികൾ ഉണ്ടാവാം. ഇങ്ങനെ ഇതിനൊക്കെ മനുഷ്യൻ ദേവന്മാരും ദേവതകളും ഒക്കെ ആയിട്ട് കൊണ്ടു നടക്കുന്ന അവസ്ഥയിലായിരിക്കും കഴിഞ്ഞിട്ടുണ്ടാവുക. എന്നാൽ സമുദ്രത്തില് വലിയ പ്രതിസന്ധിയിൽ അവൻ അകപ്പെട്ടു കഴിഞ്ഞാൽ ഇവയൊക്കെ അവന്റെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. അവന് അത്തരം ദേവന്മാരെയോ അല്ലെങ്കിൽ ദേവതകളെയോ ഒന്നുമല്ല വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അവന്റെ ശ്രദ്ധയിൽ നിന്ന് തന്നെ പൂർണ്ണമായിട്ട് അതൊക്കെ മാഞ്ഞു മറയുകയാണ് എന്നതാണ് വസ്തുത. അപ്പൊ അള്ളാഹു അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. കരയിലാവുമ്പോൾ പിന്നെയും മനുഷ്യൻ അത്തരം ഫാൾസ് ഗോഡ്സിനോട് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ സഹായം തേടുകയോ ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ സമുദ്രത്തിലായിരിക്കുമ്പോൾ മനുഷ്യൻ അങ്ങനെയുള്ള സംഗതികളൊക്കെ അവന്റെ മനസ്സിൽ നിന്ന് തന്നെ അങ്ങ് പോവുകയാണ്. അവരൊന്നും അവരുടെ സഹായത്തിനുണ്ടാകും എന്നൊരു തോന്നൽ പോലും മനുഷ്യന് അവശേഷിക്കാത്ത വിധത്തില് അവന്റെ മനസ്സിൽ നിന്ന് അത്തരം അബദ്ധ ദൈവങ്ങളൊക്കെ അങ്ങ് അപ്രത്യക്ഷമാവുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുക. വൈദാ മസ്സക്കുമുല്ലുറു ഫിൽ ബഹർ, നിങ്ങളെ ലുറ് സമുദ്രത്തിലായിരിക്കെ പിടികൂടുമ്പോ, സമുദ്രത്തിലായിരിക്കുമ്പോ ഒരു ദുരിതം നിങ്ങളെ സ്പർശിക്കുമ്പോ ലല്ലമൻ തദഊന ഇല്ലാ ഇയ്യാഹു, അവനെ കൂടാതെ നിങ്ങൾ ആരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നോ അവരൊക്കെ തന്നെയും അപ്രത്യക്ഷമാവുന്നു. അവരൊന്നും സഹായത്തിന് എത്തുന്നില്ല. ആരെങ്കിലും സഹായത്തിന് എത്തുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു പോലുമില്ല. നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നു പോലുമില്ല. നിങ്ങളുടെ പ്രതീക്ഷയിൽ പോലും നിങ്ങൾ അല്ലാഹു അല്ലാത്ത മറ്റാരെയെങ്കിലും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നോ? അവരാരും നിങ്ങളുടെ സഹായത്തിന് ഈ പ്രതിസന്ധിയിൽ നിങ്ങൾക്ക് സഹായമായിട്ട് എത്തുകയില്ല എന്നൊരു തോന്നലാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത്തരം ദിവ്യന്മാരും ദേവതകളും ദേവന്മാരും ഒക്കെ അപ്രത്യക്ഷമാകുന്നു എന്നതാണ് സത്യം. എന്നാൽ അവിടെ സഹായിക്കാൻ അള്ളാഹു മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അള്ളാഹുവിനെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. അള്ളാഹു നിങ്ങളെ സഹായിച്ചു എന്നും വെക്കുക. ഫലമ്മ നജ്ജാക്കും ഇലൽ ബർ, അങ്ങനെ അവൻ നിങ്ങളെ കരയിലേക്ക് രക്ഷപ്പെടുത്തി എന്ന് വെക്കുക. കടലിലെ ആ പ്രതിസന്ധിയിൽ നിന്ന്, ആ ദുരിതത്തിൽ നിന്ന് അവൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ട് അവൻ നിങ്ങളെ കരയിലേക്ക് എത്തിച്ചു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ ഉണ്ടാവുമ്പോ അറൽത്തും, പിന്നെ നിങ്ങളുടെ സ്വഭാവം എന്താ? നിങ്ങൾ അവന്റെ അടുക്കൽ നിന്ന് തിരിഞ്ഞു പോയി കളയുകയാണ്. കരയിൽ എത്തിക്കഴിഞ്ഞാൽ കടലിൽ വെച്ച് കരഞ്ഞു പ്രാർത്ഥിച്ച കാര്യം പോലും നിങ്ങൾ ഓർക്കാതെ നിങ്ങൾ അള്ളാഹുവിനെ ഉപേക്ഷിച്ച് പോയി കളയുന്നു. ഇതാണ് നിങ്ങൾ കാണിക്കുന്ന പ്രകൃതം. കടലിലായിരിക്കുമ്പോ നിങ്ങൾ ആരെയൊക്കെ പൂജിച്ചു കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നോ അതിനെയൊക്കെ നിങ്ങൾ കൈവിട്ട് അതൊക്കെയും നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ടാവും. അങ്ങനെ പിന്നെ നിങ്ങൾ അള്ളാഹുവിനോട് മാത്രമായി പ്രാർത്ഥിക്കുന്നവരായി മാറി. അങ്ങനെ അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചു. കരയിലെത്തിച്ചു കഴിഞ്ഞ അവസ്ഥയിൽ ഉണ്ടാവുന്നത് അഴറൽത്തും, നിങ്ങൾ കരയിൽ എത്തിക്കഴിഞ്ഞാൽ പാലം കടന്ന പോലെയാണ്. പാലം കടക്കുവോളം പലതുമാണ്. പാലം കടന്നു കഴിഞ്ഞാൽ വേറെ എന്താണെന്ന് പറയാറുണ്ട് നമ്മൾ മലയാളത്തിലെ ഒരു ചൊല്ലിൽ. അതേപോലെ കരയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അള്ളാഹുവിനെ കൈയൊഴിഞ്ഞ് തിരിഞ്ഞു പൊയ്ക്കളയുന്നു. ഇതാണ് മനുഷ്യന്റെ പ്രകൃതം. വഖാനൽ ഇൻസാനു കഫൂറ, നിശ്ചയമായിട്ടും മനുഷ്യൻ അങ്ങേയറ്റം നന്ദി കെട്ടവനാണ്. നന്ദികേടിന്റെ ഒരു പര്യായം തന്നെയാണ് മനുഷ്യൻ എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. മനുഷ്യന്റെ പ്രകൃതം കടലില് വലിയ പ്രതിസന്ധി, മറ്റൊരാളുടെയും സഹായം ഉണ്ടാവുകയില്ല എന്ന് ദൃഢബോധ്യമുണ്ടായ ഘട്ടത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അവൻ നിങ്ങളുടെ സഹായത്തിനെത്തി, നിങ്ങളെ കരയിലെത്തിച്ചു, അവൻ നിങ്ങളെ രക്ഷപ്പെടുത്തി. പക്ഷെ കരയിലെത്തിയ നിങ്ങൾ വീണ്ടും പഴയ മനുഷ്യർ തന്നെ ആയി മാറുകയാണ്. അള്ളാഹുവിനെ ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരായി നന്ദികേട് കാണിച്ചുകൊണ്ടാണ് നിങ്ങൾ പൊയ്ക്കളയുന്നത്. വക്കാനൽ ഇൻസാനു കഫൂറ, നിശ്ചയമായിട്ടും മനുഷ്യൻ നന്ദി കെട്ടവൻ തന്നെയാണ് എന്നാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഏത് വിധത്തിലാണ് പിശാചിന് അടിമപ്പെടുന്നവരായി മാറുന്നത് എന്ന ഒരു കാര്യമാണ് അള്ളാഹുവിടെ ഈ സംഭവങ്ങൾ വിവരിക്കുന്നതിന്റെ
ഭാഗമായിട്ട് നമ്മളുടെ മുന്നിൽ ചിത്രീകരിക്കുന്നത്. മനുഷ്യൻ പിശാചിന് വഴിപ്പെട്ടവരായി അല്ലെങ്കിൽ പിശാചിന്റെ അടിമയായി മാറുന്നത് എങ്ങനെയാണ്? പിശാചിന് അള്ളാഹു ഒരു അധികാരവും നൽകിയിട്ടുണ്ടായിരുന്നില്ല. മനുഷ്യനെ സ്വന്തം ചൊൽപ്പടിക്ക് കീഴിൽ കൊണ്ടുവരാനുള്ള ഒരു കമാൻഡ് ഒന്നും പിശാചിന് നൽകിയിട്ടില്ല. പിശാച് കൽപ്പിച്ചാൽ അനുസരിക്കാനുള്ള യാതൊരു ബാധ്യതയും മനുഷ്യന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചെയ്യേണ്ട യാതൊരു ഉത്തരവാദിത്വവും കടപ്പാടും മനുഷ്യനുണ്ടായിരുന്നില്ല. സ്വയം സന്നദ്ധനായി പിശാചിന് വഴിപ്പെടാനും അടിമപ്പെടാനും തീരുമാനിച്ച ഒരാളുടെ കാര്യത്തിലല്ലാതെ പിശാചിന് ഒരാളെയും നിയന്ത്രിക്കാനോ സ്വാധീനിക്കാനോ സാധ്യമല്ല എന്നാണ് അള്ളാഹു പറഞ്ഞു വെച്ചിട്ടുള്ളത്. പക്ഷേ പിശാച് മനുഷ്യനെ വലയിൽ വീഴ്ത്തിക്കൊണ്ടേയിരിക്കും. പിശാച് മനുഷ്യനെ അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നവരാക്കിക്കൊണ്ടേയിരിക്കും. അതിന് കാരണം മനുഷ്യന്റെ മനസ്സ് ആ വിധത്തിൽ പാകപ്പെടുന്നു എന്നതുകൊണ്ടാണ് എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്ന സുപ്രധാനമായ ഒരു കാര്യം. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഇസ്രായിലെ 66, 67 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.